ഹലോ, നമ്മളപ്പം ഉള്ളത് മറ്റേ ഇഷാറ ഇനാറയിലാണ്. ഇനാറ എന്ന് പറഞ്ഞ ലൈറ്റ്, ഇഷാറ എന്ന് പറഞ്ഞ സിഗ്നൽ. അപ്പോൾ ഒരു ഏരിയ, ഒരു റോഡിൻ്റെ രണ്ട് സൈഡും ഒരു ഏരിയ മൊത്തം ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾക്ക്, അതായത് ലക്ഷറീസ് സംഭവം ലൈറ്റുകൾക്കൊക്കെ ഉള്ള ഭയങ്കര, അതിന് മാത്രമുള്ളൊരു ഏരിയ. അപ്പോൾ വീഡിയോ കാണാം. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റുള്ളത്, ലൈറ്റിനായിട്ടുള്ളൊരു സ്ട്രീറ്റ്. അപ്പോൾ ഞങ്ങൾ ഇത് വീടെടുക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നല്ല, യാദൃശ്ചികമായിട്ട് അങ്ങനെ പോയപ്പോൾ എടുത്തതാണ്. കൂട്ടുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ബാങ്കിൻ്റെ ആ റൂട്ടിൽ തന്നെയാണ് ഈ ഏരിയയും കൂടെ. അപ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഒരുപാട് നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ഉള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തണുള്ളൂ. ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല, കുറേ കടകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോമ്പായതുകൊണ്ടാണ് ഈ സമയത്തും ഇവിടെ കടകൾ, നോമ്പിൻ്റെ സമയത്ത് പൊതുവേ സൗദിയിൽ അങ്ങനെയാണല്ലോ, പകൽ രാത്രി പകലോട്. കാരണം പകലടച്ചിട്ടാലും രാത്രി ഇവിടെ എല്ലാം സജീവമായിരിക്കും. പൊതുവെ കടകളും കാര്യങ്ങളൊക്കെ നോമ്പിൻ്റെ സമയത്ത് അങ്ങനെ ആയിരിക്കും. പിന്നെ എല്ലാ ഏരിയയും കൂടി ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ്. ആ ബാങ്കിലോട്ട് പോകുന്ന ആ റൂട്ടിൽ മാത്രം കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനി ഒരുപാടുണ്ട്, ഇതൊരുപാട് ദൂരമുണ്ട്, ഇത് കിലോമീറ്ററുകളോളം ഇങ്ങനെ ലൈറ്റിനായിട്ടുള്ളൊരു ഏരിയയാണ്. ഫാൻസി ലൈറ്റുകളാണ് കൂടുതൽ എങ്കിലും വയറിങ്ങിൻ്റെ സാധനങ്ങളും സ്വിച്ച് ബോർഡ്, പൈപ്പ്, വയർ, കേബിൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തിങ്ങനെ പോകുന്നുണ്ട്. 2 കടയിലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഈ എന്താ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം, അകത്ത് കയറി വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ കയറിയില്ല, എനിക്കൊരു ചമ്മലുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ബാങ്കൊക്കെ പോകും കൂടെ ആയതുകൊണ്ട് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ ആണത്. ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. വീഡിയോ എടുത്തപ്പോൾ ഒരു അബദ്ധം കൂടി പറ്റി. ഞാൻ ഷോർട്സ് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്രേറ്റ് ആയിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ അത് ലോങ് വീഡിയോ ആക്കാനാണ് പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ഇങ്ങനെ കട്ടായ പോലെ തോന്നുന്നത്. ഏതോ ഒരു കടയിൽ നിന്ന് ലേസർ വിട്ടിട്ടുണ്ട് ഗൈസ്. അതെവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ആ പോയിൻ്റാണ് നമ്മുടെ ലക്ഷ്യം. ഗൈസ് ഓടിക്കോ ഗൈസ്. പറഞ്ഞ ലേസർ ലൈറ്റ് ഇതാ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്.
സൂര്യകാന്തി ഒരുപാട് കടകൾ പറഞ്ഞാൽ ഒരുപാട് കടകൾ ലൈറ്റിനായിട്ട്. എന്നാൽ എല്ലാ കടകളിലും അത്യാവശ്യം കസ്റ്റമേഴ്സും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. മിക്ക ദിവസങ്ങളിലും ഇത് ഉണ്ടാകാറുണ്ട്. ഈ കണ്ട ലൈറ്റ് മുഴുവൻ അവിടെ എല്ലാവരും എവിടെ കൊണ്ടുപോയിട്ടാണ് തൂക്കുന്നത് ഒരു പിടുത്തമല്ല കേട്ടോ. കസ്റ്റമേഴ്സിനൊരു കുറവുമില്ല. ലൈറ്റും കടയിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സും ഉണ്ട്, അതിനനുസരിച്ച് കടകളും ഉണ്ട്. അതിനനുസരിച്ച് പുതിയ പുതിയ കടകൾ വീണ്ടും വേറെ വേറെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റുകളുടെ ഏരിയയൊക്കെ കവർ ചെയ്ത് അവൻ്റെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റും ചെയ്ത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.